ഫ്രണ്ട്സ്, ഇനി നമുക്ക് മുകളിൽ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. ഈ താഴെ കണ്ടതൊന്നും അല്ലാന്നാണ് തോന്നുന്നത്. പക്ഷേ ഒന്ന് കെയർഫുള്ളായിട്ട് സ്റ്റെയർ കേസ് കയറണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ വീണ് താഴെ എത്തും. ചരിഞ്ഞും മറ്റുള്ള ആ ഒരു സ്റ്റെപ്പുകളാണ്. ശിവരാജേട്ടൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ട് കയറുന്ന പോലെയുണ്ട്. നമ്മളെ കൂടെ വന്ന ഒരാളാണ് ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നു. ഇല്ലേ? വാട്ട് ഈസ് ദിസ്? ഈസ് ഇറ്റ്? അതെ, വന്ന അവസ്ഥയ്ക്ക് കയറി നോക്കാം. മൈക്കോളജി. ഇവിടെയും പലതരം കാഴ്ചകൾ. ഓയിൽസ് ആൻഡ് ടാർസ്. നമുക്കറിയാൻ പറ്റാത്ത പലവിധം ടിമ്പർ, ഹാൻഡ് സ്പെസിമെൻസ്. അപ്പോൾ അത് നമുക്കൊന്നും അറിയില്ല ഇതിനെ പറ്റിയിട്ടൊന്നും. കുറേ മരങ്ങളുടെയൊക്കെ സാമ്പിളുകളാണ് വെച്ചിരിക്കുന്നത്. ഇതെവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. കുറേ മരങ്ങളുടെ ഒരു അതേമാതിരി ഓയിൽസ് ആൻഡ് ടാർസ്. ഇതൊക്കെ ഓരോ മരങ്ങളിൽ നിന്ന് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, കാടുകളിൽ നിന്നും കിട്ടുന്ന പലതരം മരങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഓയിലുകളും അങ്ങനത്തെ ഒക്കെയാണ്. കറകളും, ആ മരങ്ങളുടെ കറകൾ. നമ്മളിപ്പോൾ റബ്ബറൊക്കെ വെട്ടുമ്പോൾ നമുക്കറിയാം അതിന്ന് ആ ഒരു പാല്, ആ കറ ഒക്കെ കിട്ടുന്നത്. അതേപോലുള്ള കറകളൊക്കെ അതിനെപ്പറ്റി അതൊക്കെയാണിത് ഓയിൽസ് ആൻഡ് ടാർസ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് അത്ര ഇതായിട്ട് ഒരു കാണാൻ വലിയ ഇത് തോന്നില്ല. എങ്കിലും ഇതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക്, ഗവേഷണങ്ങൾ നടത്തുന്നവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള അറിവുകൾ തന്നെ ആയിരിക്കും. അവർക്ക് ഇതൊക്കെ അമൂല്യമായിരിക്കും. അനിമൽ ഫോസിൽസ്, ഇതൊക്കെ ഒരുപാട് വാല്യൂ ഉള്ള സംഭവങ്ങളാണ്. നമുക്കൊരു പക്ഷേ ഇത് ചിലപ്പോൾ നമുക്കും കാണാനൊക്കെ കൗതുകമാണ്. സ്റ്റോൺസ്, പലതരം കല്ലുകളാണ്. പലതരം കല്ലുകൾ. റബ്ബർ. റബ്ബറിൻ്റെ റബ്ബറിലും പലതരം റബ്ബറുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ റബ്ബർ ഫ്രം വേരിയസ് പ്ലാന്റ്സ്, പലതരം മരങ്ങളിൽ നിന്നുള്ള റബ്ബറിൽ പലതരം ബ്രീഡ്സൊക്കെ ഉണ്ടാവും. അത് നമുക്കറിയില്ലല്ലോ. അത് റബ്ബർ കർഷകർക്ക് അറിയുമായിരിക്കും. പേപ്പറുകളുമൊക്കെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ നമ്മളുടെ മരങ്ങളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പേപ്പർ ഏതൊക്കെ പ്ലാന്റ്സിൽ നിന്നാണ് പേപ്പർ ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ്. ഇത് നാച്ചുറൽ ഡൈസ്. എന്താ പറയൂ, ഇങ്ങോട്ട് വരും. എന്താണ്? പ്രകൃതിദത്തമായ കളറുകൾ മരങ്ങളിൽ നിന്നുണ്ടാവുന്നത് അല്ലേ? സസ്യങ്ങൾ, ചെടികളിൽ നിന്ന് ഉണ്ടാക്കുന്ന കളറുകളും അല്ലേ, അതിൻ്റെ ഡൈ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. നാച്ചുറൽ ഡൈസ്. ഇവിടെ ഒരുപാട് ഈ മരത്തടികൾ ഇങ്ങനെ പലകമാതിരി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഓരോ മരങ്ങളാണ്. ഓരോ മരങ്ങളുടെയും പലകകളാണ്. ഇപ്പോൾ ടീച്ചർമാരുടെ കയ്യിലെല്ലാം ചൂരൽ കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിവിധ തരം ചൂരലാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഷട്ടിൽസ്, ഇൻസുലേറ്റേഴ്സ്, ഷട്ടിൽസ്, ഫിഷ് പ്ലേറ്റ്സ്. ഇത് പണ്ടത്തെ ഒരു തരത്തിലുള്ള ആയുധ ഉപകരണങ്ങളാണതല്ല. സെറ്റ് സ്ക്വയറിന് കണ്ടല്ലേ, ഇത് കണ്ടില്ലേ? സെറ്റ് സ്ക്വയർ കണ്ടില്ലേ? ഇതുകൊണ്ട് പൽച്ചക്രം. എന്താ സെറ്റ് സ്ക്വയർ ഒക്കെ അതേ ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. മരത്തിന്റെ പൽച്ചക്രം, ഗിയർ വീൽ. പക്ഷെ ഇതെന്താണെന്ന് മനസ്സിലാവില്ല. അത് അതുപോലെ എന്തോ ഡൈസാണത്. അടിപൊളിയില്ല. ഇത് മറ്റേ സംഭവം എന്താണ് നമ്മളിപ്പോ മറ്റേ ചിന്തേര്, ഇൻഡസ്ട്രിയൽ യൂസസ് ഓഫ് വുഡ്സ്. ഇത് കൊട്ടയൊക്കെ നെയ്യാൻ വേണ്ടി അതെ. കൊട്ട, നെയ്യ്, മറ്റേ നമ്മുടെ തൂക്ക്, ഇത് ഊഞ്ഞാലാടുന്ന ചെയർ ഇല്ല, അതൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ വള്ളി ചൂരൽ.
വള്ളിച്ചൂര്. വെള്ളിച്ചൂരിലാണത്. അതുപോലെ തന്നെ തല്ലാനൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളെ തല്ലണം കുട്ടികളെ. വള്ളിച്ചൂരിലാണ് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഇതൊക്കെ അത് ഇത് മറ്റേ ഇതിൻ്റെ ഫ്രെയിമായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ബാംബു ഇല്ലേ, മുളയുടെ ആ ഒരു ഇതിന്ന് ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു പ്രോഡക്റ്റ്. ആ ചൂരൽ എന്ന് പറഞ്ഞാൽ മുളയുടെ ഉപയോഗിക്കില്ല, അല്ലല്ല. അപ്പം ചൂരലിൻ്റെ ബാംബു പ്രോഡക്റ്റ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, ചൂരലും ബാംബു ഒക്കെ കൊണ്ടുള്ള ഇതാ ബാംബു ഹാറ്റ്, ഇത് മുള കൊണ്ടുള്ള തൊപ്പിയാണത്. ഇതൊക്കെ അതിൻ്റെ ഡബ്ബകൾ ബാംബു കൊണ്ട് തന്നെ. ബാംബുവിൻ്റെ എന്താ പറയുക തന്നെ, അലകോ. അപ്പോൾ അതൊക്കെ കൊണ്ടുള്ള ബാംബു ഫോറസ്റ്റ് പ്രൊഡക്ട്സ് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുളയുടെ വിവിധതരം പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ മുളയും കൊണ്ട് നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് അത് നമ്മളെ പറഞ്ഞു തരുന്നത്. നമ്മൾ പക്ഷേ ഇതിനൊന്നും തുനിയുന്നില്ല. മുളം കാടുകളെയൊക്കെ വെട്ടി നശിപ്പിക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ട്രൈബൽ ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദിവാസികളുടെ ആ ആഭരണങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മളുടെ ആഭരണങ്ങളെക്കാളിലൊക്കെ എത്രയോ അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡ്, ഇപ്പോഴത്തെ പുതു തലമുറകൾ ഉപയോഗിക്കുന്നതൊക്കെ ഇങ്ങനത്തെയൊക്കെയാണ്. അതൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ പുതു തലമുറകൾ ഉപയോഗിക്കുന്നത്, ഈ ട്രൈബലിൻ്റെ ആ ഒരു ഇതൊക്കെ. അതേമാതിരി തന്നെ പേൻ ചീപ്പ്. പണ്ട് നമ്മളുടെ നാടൻ പുറങ്ങളും നമുക്കറിയാം, പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ പേൻ നോക്കാനും ഒക്കെ ഈര് കോരി അപ്പോൾ അങ്ങനെയൊക്കെ പറയും. അത്തരം സാധനങ്ങളൊക്കെയാണ്. അതേപോലെ ചെപ്പിത്തോണ്ടി, ചെവിയൊക്കെ തോണ്ടി, ചെവിയത്തേക്ക് മറ്റേ വാക്സൊക്കെ എടുത്ത് കളയുന്നതിനുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെ പല സംഭവങ്ങളുണ്ട് ഇവിടെ. ഇനി നമുക്കിത് ഈ ഒരു റൂമിലേക്ക് നമ്മളിപ്പോൾ തന്നെ കാണാം. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതൊരു ആയുധപുര എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കാണുന്നത് മുഴുവൻ തോക്കുകളാണ്. ഇതിപ്പോൾ ആരാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് അറിയില്ല. എന്തായാലും അമ്പും വില്ലും മഴു, താഴെ വന്നു കഴിഞ്ഞാൽ തോക്ക്, ഇതൊക്കെ പഴയ കാലത്തെ അമ്പും വില്ലും മഴു, തോക്ക്, കൊടുവാള്, മടവാള്, അരിവാള്. എനിക്ക് തോന്നുന്നത് പണ്ടും വേട്ടയാടി മനുഷ്യൻ മൃഗങ്ങളെ കൊന്നിരുന്നു. അതിന് പുറമെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കലഹങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം പണ്ടും. അപ്പോൾ യുദ്ധത്തിനുള്ള ആ കോപ്പുകളൊക്കെ ആയിരിക്കണം. ഈ തോക്കൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഫുള്ള് തോക്കുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ ചിലപ്പോൾ വഴക്ക് കൂടിയിരിക്കാം, കൊലപ്പെടുത്തിയിരിക്കാം, ഇതൊന്നും നമുക്കറിയില്ല. അവിടെയൊക്കെ തോക്കുകൾ പണ്ട് പോലെ ഈ ഒരു പ്രവണതയൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. ഇവിടെ ഫുള്ള് ഈ ഒരു റൂം, ഈ ഒരു സ്ഥലം മുഴുവൻ ആയുധശേഖരം എന്ന് പറയാം. ഇതെല്ലാം ചൂണ്ടലാണ് തോന്നുന്നു. ഇത് ചൂണ്ടലാണ് അല്ലേ? ചൂണ്ടയല്ലേ ഇത് ശിവരാജേട്ടാ? ഇത് ചൂണ്ടയാണ്. ഈ ചൂണ്ട, ഈർച്ചവാളുകൾ, മരം മുറിക്കുന്ന ഈർച്ചവാള് കണ്ടോ? ടീച്ചർ കണ്ട ഈർച്ചവാള് രസമായിട്ടുണ്ട്. ഇവിടെ മുഴുവൻ പല തരത്തിലുള്ള ഇരട്ടക്കുഴൽ, ഒറ്റക്കുഴൽ, അങ്ങനെ പല തോക്കുകൾ, അതിൻ്റെ ഇടയിലൊക്കെ അമ്പും വില്ലും. വളരെ രസകരമായിട്ട് നമുക്കറിയില്ല. ഇതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. പലതരത്തിലുള്ള ആയുധങ്ങൾ നമുക്ക് ഒരു തരത്തിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ഇതിൻ്റെ ഉപയോഗ രീതി പോലും നമുക്കറിയില്ല എന്തായിരുന്നു. അങ്ങനത്തെ ഇത് തോക്കുകൾ, അതെന്തോ അമ്പും വില്ലിൻ്റെ ആ അമ്പിൻ്റെ ഓരോ ഇതൊക്കെ അമ്പാണ്. ഇതെല്ലാം അമ്പാണ് കണ്ടു. അപ്പം ഇത് ചൂണ്ടയല്ല, ഇത് വില്ലാണ്. നമ്മൾ അമ്പ് തൊടുത്തു വിടുന്ന ആ വില്ല്. ഇതെന്താ സാധനം? ഡ്രസ് ഓഫ് വൈപ്പറി വുമൻ, വിശാഖപട്ടണം. ഡ്രസ് ഓഫ് വ്യാപാരി. എന്താണ് സംഭവം? എന്തായാലും ഇതൊരു ഡ്രസ് കോഡോ, ഇതാണ് പരമ്പരാഗതമായിട്ടുള്ള ഒരു ട്രഡീഷണൽ ഡ്രസ്സുകൾ. വിശാഖപട്ടണത്തെ
എന്തോ ഒരു ഡ്രസ്സ് ഇതാണെന്നാണ് പറയുന്നത്. നമുക്കത് മനസ്സിലാവുന്നില്ല എന്താണ് ഇങ്ങനെ ഒരു ബോർഡാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇതറിയുമെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. പണ്ട് കാലത്ത് എപ്പോഴോ ഫോറസ്റ്റുകാർ, ഫോറസ്റ്റ് ഗാർഡുകൾ, ഫോറസ്റ്റിൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാർ ഒക്കെ ഉപയോഗിച്ചിരുന്ന യൂണിഫോമിൻ്റെ ഒരു ഫോറസ്റ്റ് യൂണിഫോമാണ് തൊപ്പി. അവരുടെ ആ ഒരു മുകളിലുള്ള ഷർട്ടോ കോട്ടോ എന്താണെന്ന് വെച്ചാൽ അത്. ഇത് ട്രൈബൽ ഡ്രസ്സ്, ഇത് ഒരു ആദിവാസി ഡ്രസ്സുകളാണ്. ടിമ്പർ സീസണിങ്സ്. ഇതൊക്കെ നമ്മൾ പഴയകാലത്ത് മരത്തടികൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ആ ചൂടിനെ ക്രമീകരിക്കേണ്ടത് എന്നൊക്കെയാണ് ഇതിലൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇതൊന്നും ഇപ്പോഴൊന്നും ആർക്കും അറിയുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് ഇത് വലിയമ്മാ ടെലഗ്രാമോ? മരം മുറിക്കുന്നോ? ഓക്കെ. എന്തെല്ലാം ഇല്ല. വുഡ് ബെൻഡിങ് അസംബ്ലി. മരത്തിനെയൊക്കെ വളയ്ക്കാന്ന് പറഞ്ഞാൽ ഇപ്പം ഉണ്ടോ മരത്തിനെ വളയ്ക്കാൻ? അറിയൂല. സോമിൽ, മരം മുറിക്കുന്നത്, മരം വളയ്ക്കുന്നത്, അങ്ങനെയുള്ള പലതരം യന്ത്രങ്ങൾ. ഇതൊന്നും പക്ഷേ ഇപ്പോഴത്തെ എൻജിനീയേഴ്സിനൊക്കെ ഇതൊക്കെ അറിയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നമുക്കറിയില്ല അതൊന്നും. നമുക്കിതൊക്കെ പുതിയ അറിവുകളാണ്. മരത്തിനെ വളയ്ക്കാൻ പറ്റും അങ്ങനെയൊക്കെ. ഇതൊക്കെ നമ്മളെ വലിയമാക്കി കൂടെ ഇതിനെ പറ്റിയിട്ടൊക്കെ അവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അവരുടെ മുമ്പത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളായിരിക്കും. പക്ഷേ അവർക്കൊരു ഐഡിയ കാണുന്നുണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ. അതൊക്കെ അതും കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. വലിയമ്മ അതും കണ്ടുപിടിച്ചു. ഇതൊക്കെ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളാണെന്നാണ് പറയണത്. അവർക്ക് അതൊക്കെ കണ്ടിട്ടുള്ള പരിചയങ്ങൾ കൊണ്ടാണ് അവരിത്. അതന്നെ വലിയമ്മ. മരങ്ങൾ ഉണ്ടാക്കിയുള്ള പലതരം സാധനങ്ങൾ. അതന്നെ. മോഡൽ ഓഫ് എ റിവർ ചാനൽ, പുഴ ഒഴുകുന്ന ആ ഒരു വഴിയുടെ അതിൻ്റെ പാലവും ഒക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. മുകളിൽ കൂടെ പാലം, താഴെ കൂടെ പുഴ ഒഴുകുന്ന ഒരു ചാനൽ. പണ്ട് കാലത്തെ കെട്ടിടം പണിക്കൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ബ്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെങ്കലിനെയൊക്കെ പറയും. ഇത്തരം കല്ലുകളൊക്കെയാണ് പണ്ട് കെട്ടിടം പണിക്കൊക്കെ ഉപയോഗിച്ചത്. അതിൻ്റെയൊക്കെ അതായിട്ടുള്ള ഒരു ബലം അപ്പോഴത്തെ ബിൽഡിങ്ങുകൾക്കും കെട്ടിടങ്ങൾക്കും നമുക്ക് കാണാൻ പറ്റും. മോഡൽസ്, ബ്രിഡ്ജസ്, ഇതെല്ലാം പല രീതിയിലുള്ള പാലങ്ങളുടെ ആ ഒരു മോഡലുകളാണ് ഈ കാണിച്ചിട്ടുള്ളതൊക്കെ. അങ്ങനെ രസകരമായിട്ട് നമുക്ക് മരപ്പാലമൊക്കെ ഉണ്ട് ഇവിടെ. മരപ്പാലം, തൂക്കുപാലം, നമ്മുടെ മലമ്പുഴയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് തൂക്കുപാലം. അപ്പോൾ മരപ്പാലം, പണ്ടത്തെ ഈ പാലങ്ങളൊക്കെ കോൺക്രീറ്റ് പാലമൊക്കെ വരുന്നതിന് മുമ്പ് പുഴങ്ങളുടെ കുറുകെ മരങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും പാലം ഉണ്ടാവുക. പലതരം കെട്ടിടങ്ങൾ വരും, പലതരം വേരുകൾ ഇല്ലേ, വേരുകളോ മരങ്ങളുടെ എന്താണ് ഇതിനെ പറയുക, ബാക്സ്, തടികൾ, അതിൻ്റെ തടികൾ എന്ന് പറഞ്ഞാൽ തോല്, ഓരോ മരങ്ങളുടെയും തോലുകൾ, വേരുകൾ, അതിൻ്റെ വള്ളികൾ, ഇതൊക്കെയാണ് ഇവിടെയൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വളരെ രസകരമായിട്ട് കയറ് പോലെയൊക്കെ ഇരിക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ. ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കയറുകളൊക്കെയാണിത്. ഇത് അങ്ങനെ കുറേ സംഭവങ്ങൾ, കൗതുകകരമായിട്ടുള്ള സംഭവങ്ങൾ. ഇതിൻ്റെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പലതരം മൃഗങ്ങളുടെ തലയോട്ടികളും. ആഹാ, സൂപ്പർ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഒരുപാട് കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഗാസ് ഫോറസ്റ്റ് മ്യൂസിയത്തിൽ കണ്ടത്. ഇനി നമ്മൾക്ക് ഇവിടെ നിന്നും നീങ്ങാനുള്ള സമയമായി. അപ്പം രസകരമായിട്ടുള്ള കുറേ കാഴ്ചകളാണ് നമ്മളുടെ ഇവിടെയും കണ്ടത്. നമ്മൾക്ക് ഇനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എന്താ ഇഷയായിരിക്കും അല്ലേ, ഇഷയല്ലേ? അപ്പോൾ ഇഷയാണ് ഇനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മളുടെ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, എൻജോയ്.